നമ്മളിപ്പോൾ നേരെ പോകുന്നത് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്കാണ്. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം രാവിലെ 10 മണി മുതൽ 4:30 വരെയാണ്. പിന്നെ തിങ്കളാഴ്ചയാണ് ഇവിടെ അവധിയായിട്ടുള്ളത്. കാർ പാർക്കിങ്ങിനൊക്കെ ഉള്ളിൽ തന്നെ നല്ല സൗകര്യമുണ്ട്. കാർ പാർക്കിങ്ങിന് 25 രൂപയും അതേപോലെ എൻട്രൻസ് ഫീ 50 രൂപയുമാണ് വാങ്ങിയത്. 2 നിലയുള്ള ഒരു മ്യൂസിയമാണിത്. തേക്ക് മരത്തിൻ്റെ വിത്ത് മുതൽ അതിൻ്റെ വളർച്ചയുടെ ഓരോ സ്റ്റേജും നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മരം യൂസ് ചെയ്തുണ്ടാക്കിയ സാധനങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് നല്ല വർത്തായിട്ടുള്ള പ്ലേസാണ്. ഞങ്ങൾ പിന്നെ അത്രയ്ക്ക് ഇതിലേക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അധികം നേരം ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ടില്ല. ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ഗാർഡനിലേക്ക് പോയി. ഗാർഡനൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ, നല്ല സൂപ്പറായിരുന്നു കാണാൻ. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഉച്ചവരെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. അതിൻ്റെ മുമ്പിൽ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഹോട്ടലുണ്ട്. അതേപോലെ തന്നെ വെജ് ഹോട്ടലാണെങ്കിൽ അതും അടുത്ത് തന്നെയുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറച്ച് മുമ്പിലേക്ക് പോയാൽ തന്നെ ഉടുപ്പി ഹോട്ടലുണ്ട്. ഞങ്ങൾ അവിടെ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നിലമ്പൂരിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരമുള്ള ആട്യൻപാറ വാട്ടർഫോൾ കാണാനാണ് നമ്മളിനി പോകുന്നത്. നല്ല അടിപൊളി സ്ഥലമാട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. ഇതുവരെ കാണാത്തവരെന്തായാലും ഒന്ന് വന്ന് കാണും. തീർച്ചയായും നിങ്ങൾക്കത് വർത്താവും. നമ്മുടെ സാമ്പത്തിക പരിധിക്കുള്ളിൽ വെച്ച് കാണാവുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണിത്. കാരണം വെറും 10 രൂപ മാത്രമാണ് നമുക്ക് എൻട്രൻസ് ഫീ ഇവിടെ വരുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു പവർ ഹൗസും ഉണ്ട്. അവിടേക്കും ഉള്ള എൻട്രൻസ് ഫീ 10 രൂപയാണ്. പിന്നെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം.